പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ പ്ലാസ്റ്റിക്സ് എന്നുള്ള പോർഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സ് എന്താണെന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ നോക്കി അല്ലേ. ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 60% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഞാൻ ബാക്കി ഇടുന്ന വീഡിയോസിൻ്റെ ഒന്നും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മാത്സിൻ്റെയൊക്കെ എക്സാം സ്പെഷ്യൽ വീഡിയോസും വർക്ക്ഷീറ്റുകളൊക്കെ ഞാനിടും. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും കിട്ടത്തില്ല കേട്ടോ. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കതൊന്നും കിട്ടത്തില്ല. അപ്പം ചാപ്റ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക് ഈസ് ഓൾസോ എ പോളിമർ ലൈക്ക് ദ സിന്തറ്റിക് ഫൈബർ. അപ്പോൾ പ്ലാസ്റ്റിക്കും എന്താണ്, സിന്തറ്റിക് ഫൈബറിനെ പോലെ ഒരു പോളിമറാണ് അല്ലേ. പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളിമർ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു പോളിമർ? മെനി സ്മോൾ യൂണിറ്റ്സ് കമ്പൈൻ ടു ഫോം എ ലാർജ് സിംഗിൾ യൂണിറ്റ്സ് കോൾഡ് എ പോളിമർ. അപ്പോൾ കുറേ സ്മോൾ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത് ഫോം ആകുന്ന ഒരു ലാർജ് സിംഗിൾ യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്? പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കും എന്താണ്, ഒരു പോളിമറാണ്. അതായത് സ്മോൾ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത് ഫോം ആകുന്ന ഒരു ലാർജ് യൂണിറ്റാണ് എന്ത്? പ്ലാസ്റ്റിക്കും. ഓൾ പ്ലാസ്റ്റിക്സ് ഡു നോട്ട് ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് യൂണിറ്റ്സ്. എല്ലാ പ്ലാസ്റ്റിക്കിനും ഒരേപോലെയുള്ള അറേഞ്ച്മെൻറ്റ് ഓഫ് യൂണിറ്റ്സ് അല്ല ഉള്ളത്. ഇൻ സം ഇറ്റ് ഈസ് ലീനിയർ വെറാസ് ഇൻ അതർ ഇറ്റ് ഈസ് ക്രോസ് ലിങ്ക്ഡ്. നോക്കിയാൽ ഇവിടെ രണ്ട് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. എയിൽ കാണുന്നത് ലീനിയർ അറേഞ്ച്മെൻ്റ് ആണ്, ബിയിൽ കാണുന്നത് ക്രോസ് ലിങ്ക്ഡ് അറേഞ്ച്മെൻ്റ് ആണ്. ഓരോ പ്ലാസ്റ്റിക്സിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഉള്ളത്. ചിലതിൽ ലീനിയർ ആയിരിക്കും, ചിലതിൽ ക്രോസ് ലിങ്ക്ഡ് ആയിരിക്കും. പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് ആർ അവൈലബിൾ ഇൻ ഓൾ പോസിബിൾ ഷേപ്പ് ആൻഡ് സൈസ് ആസ് യു ക്യാൻ സീ ഇൻ ഫിഗർ 3.7. ഇവിടെ ഫിഗർ 3.7 കാണുന്നത് പോലെ തന്നെ ഓരോ പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്പും സൈസും ഒക്കെ ആയിരിക്കും ഉള്ളത്. ദ ഫാക്ട് ഈസ് ദാറ്റ് പ്ലാസ്റ്റിക് ഈസ് ഈസിലി മോൾഡബിൾ ദാറ്റ് ക്യാൻ ബി ഷേപ്ഡ് ഇൻ എനി ഫോം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക്കിന് പല സൈസും ഷേപ്പും ഒക്കെ വരുന്നത്? പ്ലാസ്റ്റിക് ഈസിലി മോൾഡബിൾ ആണ്. അത് പല ടൈപ്പിൽ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലേ. ദാറ്റ് ക്യാൻ ബി ഷേപ്ഡ് ഇൻ എനി ഫോം. അത് ഈസിലി മോൾഡബിൾ ആയതുകൊണ്ട് ഏത് ഷേപ്പിലും അതിനെ ഫോം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പ്ലാസ്റ്റിക് ക്യാൻ ബി റീസൈക്കിൾഡ്, റീയൂസ്ഡ്, കളേർഡ്, മെൽറ്റ്, rolled into sheets or made into wires. That's why it finds such a variety of uses. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും, കളർ ചെയ്യാൻ സാധിക്കും, മെൽറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ ഷീറ്റ്സ് ആയിട്ട് റോൾ ചെയ്യാനായിട്ട് സാധിക്കും, വയേഴ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് പ്ലാസ്റ്റിക് വെറൈറ്റി ഓഫ് യൂസസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നോക്കിയേ, പോളിത്തീൻ. പോളിത്തീൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പ്ലാസ്റ്റിക്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കോമൺലി യൂസ്ഡ് പോളിത്തീൻ ബാഗ്സ്. അപ്പം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? പോളിത്തീൻ പറയാം അല്ലേ. പോളിത്തീൻ എന്ന് വെച്ചാൽ പോളി പ്ലസ് ഈഥീൻ, അതാണ് പോളിത്തീൻ. അപ്പോൾ ഇത് പോളിത്തീൻ ബാഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കോമൺലി ഇത് യൂസ് ചെയ്യുന്നത്. Now try to bend a piece of plastic yourself. Can all the plastic articles be bent easily? You will observe that some plastic articles can bend easily while some break when forced to bend. അപ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക് പീസിനെ ബെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ഈസി ആയിട്ട് നമുക്ക് ബെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? നമ്മൾ അങ്ങനെ ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലതിനെ നമുക്ക് ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ചിലത് എന്ത് ചെയ്യും? നമ്മൾ ബെൻഡ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേ എന്ത് ചെയ്യും? അത് ബ്രേക്കായി ഒടിഞ്ഞു പോകും അല്ലേ. വെൻ വി ആഡ് ഹോട്ട് വാട്ടർ ടു എ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇറ്റ് ഗെറ്റ്സ് ഡീഫോംഡ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഹോട്ട് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീഫോംഡ് ആകും അല്ലേ. സച്ച് പ്ലാസ്റ്റിക് വിച്ച് ഗെറ്റ്സ് ഡീഫോംഡ് ഈസിലി ഓൺ ഹീറ്റിംഗ് ആൻഡ് ക്യാൻ ബി ബെൻഡ് ഈസിലി ആർ നോൺ ആസ് തെർമോപ്ലാസ്റ്റിക്. അപ്പോൾ അതുപോലത്തെയുള്ള പ്ലാസ്റ്റിക്സിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈസിലി ആയിട്ട് ഡീഫോംഡ് ആകും.
അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ആയിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിനെയാണ് തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ ഈസിലി ആയിട്ട് ഡീഫോം ആകുകയും അതിനെ ഈസിലി ആയിട്ട് ബെൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്സിനെ നമ്മൾ എന്ത് പറയും, തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് പറയും. പോളിത്തീൻ ആൻഡ് PVC ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് തെർമോ പ്ലാസ്റ്റിക്സ്. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം, പോളിത്തീൻ ആൻഡ് PVC. These are used for manufacturing toys, combs and various types of containers. അപ്പോൾ ഈ തെർമോ പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് ടോയ്സും കോംസും അതേപോലെ വേരിയസ് ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് തെർമോ പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ്. ഓൺ ദി അതർ ഹാൻഡ് ദർ ആർ സം പ്ലാസ്റ്റിക്സ് വിച്ച് വെൻ മോൾഡഡ് വൺസ് cannot be softened by heating. These are called thermosetting plastics. അപ്പം ഒരു പ്രാവശ്യം അതിനെ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ അതെന്താവത്തില്ല, സോഫ്റ്റ് ആകത്തില്ല. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്സ് ആണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് പ്ലാസ്റ്റിക്സ് ആണ്, തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും. 2 എക്സാമ്പിൾസ് ആർ ബേക്ക്ലൈറ്റ് ആൻഡ് മെലാമിൻ. അപ്പോൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിന് 2 എക്സാമ്പിൾസ് നമുക്ക് ഏതൊക്കെ എഴുതാം, ബേക്ക്ലൈറ്റ് ആൻഡ് മെലാമിൻ. ബേക്ക്ലൈറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക്കൽ സ്വിച്ചസ്, ഹാൻഡിൽസ് ഓഫ് വേരിയസ് യൂട്ടൻസിൽസ് എക്സെട്ര. അപ്പോൾ ബാക്ക്ലൈറ്റ് എന്ന് പറയുന്നത് ഹീറ്റിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും ഒരു പുവർ കണ്ടക്ടറാണ്. അപ്പോൾ ബാക്ക്ലൈറ്റിൽ കൂടി ഇലക്ട്രിസിറ്റിയും ഹീറ്റും എന്ത് ചെയ്യത്തില്ല, പാസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ ബാക്ക്ലൈറ്റ് ഇലക്ട്രിക് സ്വിച്ചസും യൂട്ടൻസിൽസിൻ്റെ ഹാൻഡിൽസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എന്തുകൊണ്ടാണ് ബാക്ക്ലൈറ്റ് ഇലക്ട്രിക് സ്വിച്ചസും ഹാൻഡിൽസ് ഓഫ് വേരിയസ് യൂട്ടൻസിൽസും ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്ത് ആൻസർ എഴുതാം, ബാക്ക്ലൈറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. Melamine is a versatile material. It resists fire and can tolerate heat better than other plastics. അപ്പം മെലാമിൻ ഈസ് എ വെർസറ്റൈൽ മെറ്റീരിയൽ. വെർസറ്റൈൽ മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താണ്, പല വിധത്തിലുള്ള ഉപയോഗമുള്ള ഒരു മെറ്റീരിയലാണ് എന്ത്, മെലാമിൻ. എന്തുകൊണ്ടാണ്, ഇറ്റ് റെസിസ്റ്റ് ഫയർ ആൻഡ് ക്യാൻ ടോളറേറ്റ് ഹീറ്റ് ബെറ്റർ ദാൻ അതർ പ്ലാസ്റ്റിക്സ്. അപ്പോൾ ഇത് ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്നു, മെലാമിൻ ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റു പ്ലാസ്റ്റിക്കുകളെക്കാട്ടിൽ കൂടുതൽ ഹീറ്റിനെ ടോളറേറ്റ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫ്ലോർ ടൈൽസ്, കിച്ചൺ വെയർ ആൻഡ് ഫാബ്രിക്സ് വിച്ച് റെസിസ്റ്റ് ഫയർ. അപ്പോൾ മെലാമിൻ യൂസ് ചെയ്തിട്ട് ഫ്ലോർ ടൈൽസ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ കിച്ചൺ വെയറും ഫാബ്രിക്സും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപയോഗിച്ച് കിച്ചൺ വെയറും ഫാബ്രിക്സും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇനി നോക്കി, ഇവിടെ നമുക്ക് 3.8 പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ വേരിയസ് യൂസസ് ഓഫ് തെർമോ പ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക് കൊണ്ടും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ചില ആർട്ടിക്കിൾസിൻ്റെ പിക്ചർ നമുക്കിവിടെ തന്നിട്ടുണ്ട് കണ്ടോ. നെക്സ്റ്റ്, പ്ലാസ്റ്റിക്സ് ആസ് മെറ്റീരിയൽസ് ഓഫ് ചോയ്സ്. Today, if we think of storing a food item, water, milk, pickles, dry fruit, etc., plastic containers seem most convenient. This is because of their lightweight, lower price, good strength and easy handling. Being lighter as compared to metals, plastics are used in cars, aircrafts and spacecrafts too. അപ്പോൾ ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിനെ കുറിച്ചായിരിക്കും അല്ലേ. അതാണ് നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്, അതിന് ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് കുറവാണ്, അതുപോലെ പ്രൈസ് കുറവാണ്, ഗുഡ് സ്ട്രെങ്ത് ഉണ്ട്, ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. ഇതൊക്കെ കാരണം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിനെ കുറിച്ചായിരിക്കും അല്ലേ. അപ്പോൾ മെറ്റലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് കുറേ കൂടി ലൈറ്ററാണ്. അതുകൊണ്ട് അതുപോലെ പ്ലാസ്റ്റിക്സ് കാർസിലും എയർക്രാഫ്റ്റിലും സ്പേസ് ക്രാഫ്റ്റിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദ ലിസ്റ്റ് ഈസ് എൻലെസ് ഇഫ് യു സ്റ്റാർട്ട് കൗണ്ടിങ് ആർട്ടിക്കിൾസ് ലൈക്ക് സ്ലിപ്പേഴ്സ്, ഫർണിച്ചർ, ഡെക്കറേഷൻ പീസസ് എക്സെട്ര. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻഡ്ലെസ് ആയിരിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കൊണ്ട് ഒത്തിരി ആർട്ടിക്കിൾസ് ഉണ്ടാക്കുന്നുണ്ടല്ലേ. സ്ലിപ്പേഴ്സ്, ഫർണിച്ചർ, ഡെക്കറേഷൻ പീസസ് എക്സെട്ര, അങ്ങനെ എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. Now let us discuss the characteristic properties of plastics. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാസ്റ്റിക് ഈസ് നോൺ റിയാക്റ്റീവ്. പ്ലാസ്റ്റിക് ഒരു നോൺ റിയാക്റ്റീവ് ആണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യു നോ ദാറ്റ് മെറ്റൽസ് ലൈക്ക് അയൺ ഗെറ്റ് റസ്റ്റഡ് വെൻ ലെഫ്റ്റ് എക്സ്പോസ്ഡ് ടു മോയ്സ്ചർ ആൻഡ് എയർ, ബട്ട് പ്ലാസ്റ്റിക് ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ ആൻഡ് എയർ. ദേ ഡു നോട്ട് കൊറോഡഡ് ഈസിലി. That's why they are used to store various kinds of metal, including many chemicals.
അയൺ പോലെയുള്ള മെറ്റൽസ് കുറേ നാൾ മോയ്സ്ചറിലും എയറിലുമൊക്കെ കിടന്നു കഴിഞ്ഞാൽ അതിന് തുരുമ്പ് പിടിക്കും. പക്ഷേ പ്ലാസ്റ്റിക് എന്ത് ചെയ്യത്തില്ല, വാട്ടറുമായിട്ടും എയറുമായിട്ടും ഒന്നും റിയാക്ട് ചെയ്യത്തില്ല. ദേ ആർ നോട്ട് കൊറോഡഡ് ഈസിലി. അതിന് തുരുമ്പ് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് വേരിയസ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയലും അതുപോലെ കെമിക്കൽസും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് ഈസ് ലൈറ്റ്, സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ. Talk to your parents or grandparents about the types of buckets that were used in the past. What is the material of the buckets or mug you are using today? What are the advantages of using a plastic container? Since plastic is very light, strong, durable and can be molded into different shapes and sizes, it is used for various purposes. Plastics are generally cheaper than metals. They are widely used in industry and for household articles. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് അലൂമിനിയത്തിൻ്റെ ബക്കറ്റൊക്കെയാണ് പണ്ടത്തെ കാലത്ത് നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എന്താണ്, പ്ലാസ്റ്റിക് ബക്കറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ്? അത് ലൈറ്റാണ്, സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ്. അതുപോലെ അതിനെ പല സൈസിലും ഷേപ്പിലും ഒക്കെ അതിനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പല പർപ്പസസിനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മെറ്റൽസിനെ കാട്ടിൽ ഇതെന്താണ്, ചീപ്പറാണ്. അതിന് വില കുറവാണ്, മെറ്റൽസിനെ കാട്ടിൽ വില കുറവാണ്. പിന്നെ ഇത് വൈഡ്ലി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ട് പലതരത്തിലുള്ള ഉപയോഗങ്ങളാണുള്ളത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്കാണ് പ്ലാസ്റ്റിക്സ് ആർ പുവർ കണ്ടക്ടേഴ്സ്. You have learned about that plastics are poor conductors of heat and electricity. That is why electrical wires have plastic covering and handles of screwdrivers are made of plastics. As mentioned above, handles of frying pans are also made of plastics. പ്ലാസ്റ്റിക് ഹീറ്റിൻ്റെ പുവർ കണ്ടക്ടറാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെയും പുവർ കണ്ടക്ടറാണ്. അതുകൊണ്ടാണ് ഇലക്ട്രിക് വയേഴ്സിൻ്റെയൊക്കെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവറിങ് ഉണ്ടല്ലേ. അത് പ്ലാസ്റ്റിക് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ഇലക്ട്രിസിറ്റിയുടെ പുവർ കണ്ടക്ടർ ആയതുകൊണ്ടാണ്. അതേപോലെ ഹാൻഡിൽസ് ഓഫ് സ്ക്രൂ ഡ്രൈവേഴ്സ് ആർ മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്സ്. പിന്നെന്താണ്, ഫ്രൈയിങ് പാൻസിൻ്റെയൊക്കെ ഹാൻഡിൽസും പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക് ഹീറ്റിൻ്റെ പുവർ കണ്ടക്ടർ ആയതുകൊണ്ടാണ് ഫ്രൈയിങ് പാൻ്റെയൊക്കെ ഹാൻഡിൽസ് പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. Plastics find extensive use in the healthcare industry. Some examples of their use are the packaging of tablets, threads used for stitching wounds, syringes, doctors' gloves and a number of medical instruments. അപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലും പ്ലാസ്റ്റിക് കൊണ്ട് വലിയ ഉപയോഗങ്ങളാണുള്ളത്. എന്തൊക്കെയാണ് അതൊക്കെ? ടാബ്ലറ്റ്സിൻ്റെ പാക്കേജിങ്ങിന്, അതുപോലെ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ത്രെഡ്സ് ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. സിറിഞ്ചസ്, ഡോക്ടേഴ്സിൻ്റെ ഗ്ലൗസ്, അതുപോലെ മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന എന്ത് വെച്ചിട്ടാണ്? പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. സ്പെഷ്യൽ പ്ലാസ്റ്റിക് കുക്ക്വെയർ ഈസ് യൂസ്ഡ് ഇൻ മൈക്രോവേവ് ഓവൻസ് ഫോർ കുക്കിംഗ് ഫുഡ്. അതുപോലെ മൈക്രോവേവ് ഓവനിൽ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക് കുക്ക്വെയർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇൻ മൈക്രോവേവ് ഓവൻസ് ദ ഹീറ്റ് കുക്സ് ദ ഫുഡ് ബട്ട് ഡസ് നോട്ട് അഫക്ട് ദ പ്ലാസ്റ്റിക് വെസൽ. മൈക്രോവേവ് ഓവനിൽ സ്പെഷ്യൽ പ്ലാസ്റ്റിക് കുക്ക്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മൈക്രോവേവ് ഓവനിൽ ഹീറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് കുക്കാവുന്നത്. പക്ഷേ അത് ഈ പ്ലാസ്റ്റിക് വെസലിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ടെഫ്ലോൺ ഈസ് എ സ്പെഷ്യൽ പ്ലാസ്റ്റിക് ഓൺ വിച്ച് ഓയിൽ ആൻഡ് വാട്ടർ ഡു നോട്ട് സ്റ്റിക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഓൺ കുക്ക്വെയർ. അപ്പോൾ ടെഫ്ലോൺ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പ്ലാസ്റ്റിക് ആണ്. ഇതിൽ വാട്ടറും ഓയിലും ഒന്നും സ്റ്റിക്ക് ആവത്തില്ല. അപ്പോൾ നോൺ സ്റ്റിക്ക് കോട്ടിങ്ങിന് വേണ്ടി, കുക്ക്വെയറിലെ നോൺ സ്റ്റിക്ക് കോട്ടിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടെഫ്ലോൺ എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഫയർ പ്രൂഫ് പ്ലാസ്റ്റിക്. Although synthetic fiber catches fire easily, it is interesting to know that the uniforms of firemen have coating of melamine plastic to make them flame resistant. സിന്തറ്റിക് ഫൈബറിൽ ഈസി ആയിട്ട് തീ പിടിക്കുന്ന സാധനമാണല്ലേ. അപ്പോൾ ഈ ഫയർമെൻ്റെയൊക്കെ യൂണിഫോംസിൻ്റെ അതിൽ തീ പിടിക്കാതിരിക്കാൻ വേണ്ടി, ഫ്ലെയിമിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ യൂണിഫോമിൻ്റെ മേളിലൊരു കോട്ടിങ് കൊടുക്കും. അതായത് മെലാമിൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കും. അപ്പോൾ ആ യൂണിഫോമിൽ എന്ത് ചെയ്യത്തില്ല, തീ പിടിക്കത്തില്ല. അതിനുവേണ്ടിയാണ് ഈ മെലാമിൻ പ്ലാസ്റ്റിക് കൊണ്ട് അതിനൊരു കോട്ടിങ് കൊടുക്കുന്നത്. അപ്പം പ്ലാസ്റ്റിക് കൊണ്ടുള്ള കുറേ ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പഠിച്ചു ഇല്ലേ. എന്തൊക്കെയായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്? എന്തൊക്കെയായിരുന്നു? പ്ലാസ്റ്റിക് ഈസ് നോൺ റിയാക്റ്റീവ്, പ്ലാസ്റ്റിക് ഈസ് ലൈറ്റ്, സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ, പ്ലാസ്റ്റിക്സ് ആർ പുവർ കണ്ടക്ടേഴ്സ്.
അപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്കാണ് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ പഠിച്ചത്. നിങ്ങളിത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടുന്ന് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് വായിച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇടയ്ക്കൊന്നൊക്കെ പോയിൻറ്റ്സ് മാത്രമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കേട്ട് പഠിക്കുമ്പം അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. Next up, plastics and the environment. When we go to the market, we usually get things wrapped in plastic or packed in polythene bags. That is one reason why plastic waste keeps getting accumulated in our homes. Ultimately, plastic finds its way to the garbage. നമ്മൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ സാധനങ്ങൾ പോളിത്തീൻ ബാഗ്സിലാണ് റാപ്പ് ചെയ്തുകൊണ്ട് വരുന്നത് അല്ലേ. ഇതിങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യും, ഇങ്ങനെ കൂട്ടി വെക്കും. അവസാനം നമ്മളതെടുത്ത് ഗാർബേജിലേക്ക് കളയും. അപ്പോൾ അങ്ങനെ കളയുന്ന ഉടനെ അത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഡീകമ്പോസ് ആകാത്ത ഒരു സാധനമാണ്. അപ്പോൾ അതിങ്ങനെ നമ്മുടെ മണ്ണിനകത്ത് കിടന്നിട്ട് അത് നമുക്ക് ഒത്തിരി ദോഷങ്ങളാണ് നമുക്കതിൽ നിന്ന് സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. A material which gets decomposed through natural processes such as action by bacteria is called biodegradable. A material which is not easily decomposed by natural processes is termed non-biodegradable. ഒരു മെറ്റീരിയലിനെ നമുക്ക് ബയോഡീഗ്രേഡബിൾ എന്നും നോൺ ബയോഡീഗ്രേഡബിൾ എന്നും രണ്ടായിട്ട് നമുക്കതിനെ തരംതിരിക്കാം. ബയോഡീഗ്രേഡബിൾ എന്ന് വെച്ചാൽ നാച്ചുറൽ പ്രോസസ്സസിലൂടെ ഡീകമ്പോസ് ആകുന്ന മെറ്റീരിയൽസിനെ നമുക്ക് ബയോഡീഗ്രേഡബിൾ എന്ന് പറയാം. അതായത് അത് മണ്ണിലേക്ക് വീണ് കഴിയുമ്പോൾ അതിനെ ബാക്ടീരിയ എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലോ സെക്കൻഡ് ചാപ്റ്ററിലോ പഠിച്ചല്ലേ, ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ ഡെഡായിട്ടുള്ള വേസ്റ്റ് മണ്ണിൽ വീണ് കഴിയുമ്പം അത് മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസം അതിനെ എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും. അതേപോലെ നാച്ചുറലായിട്ട് അതിനെ ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മെറ്റീരിയലിനെ എന്ത് പറയാം, ബയോഡീഗ്രേഡബിൾ എന്ന് പറയാം. നാച്ചുറലായിട്ട് ഡീകമ്പോസ് ആകാത്ത, നാച്ചുറൽ പ്രോസസ്സസിലൂടെ ഡീകമ്പോസ് ആകാത്ത മെറ്റീരിയൽസിനെയാണ് നോൺ ബയോഡീഗ്രേഡബിൾ എന്ന് പറയുന്നത്. സിൻസ് പ്ലാസ്റ്റിക് ടേക്സ് സെവറൽ ഇയേഴ്സ് ടു ഡീകമ്പോസ്, ഇറ്റ് ഈസ് നോട്ട് എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി. അപ്പോൾ പ്ലാസ്റ്റിക് ഡീകമ്പോസ് ആകണമെങ്കിൽ ഒത്തിരി വർഷങ്ങളെടുക്കും. അത് എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമല്ല പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇറ്റ് കോസസ് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ. ബിസൈഡ്സ് ദ ബേണിംഗ് പ്രോസസ് ഇൻ ദ സിന്തറ്റിക് മെറ്റീരിയൽ ഈസ് ക്വയറ്റ് സ്ലോ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് കംപ്ലീറ്റ്ലി ബേൺ ഈസിലി. അപ്പോൾ ഈ പ്ലാസ്റ്റിക് എന്തിനു കാരണമാകുന്നു, എൻവിറോൺമെൻറ്റൽ പൊല്യൂഷന് കാരണമാകുന്നു. ഇത് നമ്മളെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞ് കഴിയുന്ന ഉടനെ അത് അവിടെ കിടന്ന് മണ്ണിന് വളരെയധികം ദോഷങ്ങളുണ്ടാക്കുന്നു. അത് ഡീകമ്പോസ് ആവുന്നില്ല. അപ്പോൾ അത് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷന് കാരണമാകുന്നു. ഇനി അത് കത്തിച്ചു കളയാൻ നോക്കിയാലോ, ബേൺ ചെയ്യാൻ നോക്കിയാലോ, ഇത് ഈ സിന്തറ്റിക് മെറ്റീരിയൽ ഈസ് ക്വയറ്റ് സ്ലോ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് കംപ്ലീറ്റ്ലി ബേൺ ഈസിലി. ഇത് മുഴുവനായിട്ട് എന്ത് ചെയ്യത്തില്ല, കത്തിപ്പോകത്തില്ല. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുന്ന ഉടനെ ഇതിൽ നിന്ന് ഒത്തിരി പോയിസണസ് ആയിട്ടുള്ള ഫ്യൂംസ് ഇതിൽ നിന്ന് റിലീസാകും. അത് അറ്റ്മോസ്ഫിയറിലെ എയർ പൊല്യൂഷന് കാരണമായിട്ട് തീരും. ഇൻ ദ പ്രോസസ് ഇറ്റ് റിലീസസ് ലോട്ട്സ് ഓഫ് പോയിസണസ് ഫ്യൂംസ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ കോസിങ് എയർ പൊല്യൂഷൻ. അപ്പോൾ ഇത് എയർ പൊല്യൂഷന് കാരണമായിട്ട് തീരും. നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും? അവോയ്ഡ് ദി യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ് ആസ് ഫാർ ആസ് പോസിബിൾ. മേക്ക് യൂസ് ഓഫ് ബാഗ്സ് മെയ്ഡ് ഓഫ് കോട്ടൺ ഓർ ജൂട്ട് വെൻ യു ഗോ ഫോർ ഷോപ്പിംഗ്. നമുക്ക് കഴിവോളം നമ്മൾ എന്ത് ചെയ്യണം, പ്ലാസ്റ്റിക്കിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ഉടനെ കോട്ടൺ കൊണ്ടോ ജൂട്ട് കൊണ്ടോ ഉണ്ടാക്കിയ ബാഗ്സ് നമ്മൾ യൂസ് ചെയ്യണം. ദ ബയോഡീഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ഷുഡ് ബി കളക്റ്റഡ് സെപ്പറേറ്റ്ലി ആൻഡ് ഡിസ്പോസ്ഡ് ഓഫ് സെപ്പറേറ്റ്ലി. അപ്പോൾ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ളതും നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. പ്രാക്ടീസ് ദിസ് ഇൻ യുവർ ഹോംസ്. ക്യാൻ യു സജസ്റ്റ് സം അതർ വേസ് ഇൻ വിച്ച് യു ക്യാൻ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് റെഡ്യൂസിങ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്? അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ പ്ലാസ്റ്റിക്കിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതായത് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. It is better to recycle plastic waste. Most of the thermoplastic can be recycled. അപ്പോൾ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് പ്ലാസ്റ്റിക്കിനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. പ്ലാസ്റ്റിക് വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് തെർമോപ്ലാസ്റ്റിക് ആണെങ്കിൽ അതിനെ മിക്കവാറുമുള്ള തെർമോപ്ലാസ്റ്റിക്കിനെ എല്ലാം നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ അത് നോക്കിയല്ലേ. ഹവർ ഡ്യൂറിങ് റീസൈക്ലിംഗ് സർട്ടൻ കളറിംഗ് ഏജൻറ്റ്സ് ആർ ആഡഡ്. ദിസ് ലിമിറ്റ്സ് ഇറ്റ്സ് യൂസേജ് എസ്പെഷ്യലി ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ്.
As a responsible citizen, remember the 4R principle. Reduce, reuse, recycle and recover. Develop habits which are environment friendly. അപ്പോൾ നമ്മളൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണെങ്കിൽ നമ്മളെപ്പോഴും 4R പ്രിൻസിപ്പിൾ നമ്മൾ റിമെമ്പർ ചെയ്യണം. എന്തൊക്കെയാണ് 4R പ്രിൻസിപ്പിൾ? റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ ആൻഡ് റിക്കവർ. Have you ever seen a garbage dump where animals, especially cows, are eating garbage? In the process of eating the food waste, they swallow materials like polythene bags and wrappers of food. The plastic material chokes the respiratory system of these animals or form a lining in their stomachs and can be cause of their death. നമ്മൾ വലിച്ചെറിയുന്ന ഈ പോളിത്തീൻ ബാഗ്സും ഫുഡിൻ്റെ റാപ്പേഴ്സും ഒക്കെ ഈ ആനിമൽസ് ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഇതിനെയും സ്വാളോ ചെയ്യുന്നു. ഇതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ചോക്കാവുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റൊമക്കിൽ ഒരു ലൈനിങ് ഫോം ആവുകയോ ചെയ്തിട്ട് ആനിമൽസിൻ്റെ ഡെത്തിന് വരെ കാരണമായി തീരുന്നു. The poly bags carelessly thrown here and there are responsible for clogging the drains too. Sometimes we are very careless and throw the wrappers of chips, biscuits and other eatables on the road or in parks or in picnic places. അപ്പോൾ ഡ്രെയിൻസിൻ്റെ ക്ലോഗിങ്ങിന് വരെ ഈ പോളി ബാഗ്സ് നമ്മൾ കെയർലെസ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്നത് കൊണ്ട് കാരണമായി തീരുന്നു. അതായത് ഡ്രെയിൻസിൻ്റെ ക്ലോഗിങ്ങിനും ഇത് കാരണമായി തീരുന്നു. നമ്മൾ പിക്നിക് പ്ലേസസിലും പാർക്കിലും റോഡ് സൈഡിലുമൊക്കെ നമ്മൾ ബിസ്ക്കറ്റിൻ്റെയും ചിപ്സിൻ്റെയും ഒക്കെ റാപ്പേഴ്സ് കെയർലെസ് ആയിട്ട് വലിച്ചെറിയാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മളിത് എറിയുന്നത് മൂലം നമ്മളും ഈ ഒരു പൊല്യൂഷന് നമ്മളും കാരണക്കാരായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണെങ്കിൽ നമുക്കിതിനെതിരായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഡു നോട്ട് ത്രോ പ്ലാസ്റ്റിക് ബാഗ്സ് ഇൻ ദ വാട്ടർ ബോഡീസ് ഓർ ഓൺ ദ റോഡ്. അപ്പോൾ പ്ലാസ്റ്റിക് ബാഗ്സ് വാട്ടർ ബോഡീസിലും റോഡ്സിലുമൊന്നും വലിച്ചെറിയരുത്. ടേക്ക് എ കോട്ടൺ ക്യാരി ബാഗ് ഓർ എ ജൂട്ട് ബാഗ് വൈൽ ഗോയിങ് ഫോർ ഷോപ്പിംഗ്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു കോട്ടൻ്റെയോ ജൂട്ടിൻ്റെയോ ഒരു ക്യാരി ബാഗ് നമുക്ക് കൊണ്ടുപോകാം. ട്രൈ ടു മിനിമൈസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ. എക്സാമ്പിൾ, യൂസ് എ സ്റ്റീൽ ലഞ്ച് ബോക്സ് ഇൻസ്റ്റെഡ് ഓഫ് എ പ്ലാസ്റ്റിക് വൺ. അപ്പോൾ പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ യൂസിനെ നമുക്ക് മിനിമൈസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ലഞ്ച് ബോക്സ് എടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന് പകരം നമുക്കൊരു സ്റ്റീൽ ലഞ്ച് ബോക്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പോളിത്തീൻ? ആൻസർ, പോളിത്തീൻ ഈസ് എ പോളിമർ ഓഫ് ഈഥെയ്ൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് സം എക്സാമ്പിൾസ് ഓഫ് തെർമോപ്ലാസ്റ്റിക്സ്. ആൻസർ, പോളിത്തീൻ ആൻഡ് പോളിവിനൈൽ ക്ലോറൈഡ്. PVC എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ആണ് കേട്ടോ, പോളിവിനൈൽ ക്ലോറൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് സം എക്സാമ്പിൾസ് ഓഫ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. Answer, bakelite and melamine. Next question, what is 4Rs? Answer, 4Rs stands for reduce, reuse, recycle and recover. Next question, whether cotton cloth is biodegradable or non-biodegradable? Answer, biodegradable. Next question, which of two is thermosetting plastics, PVC or bakelite? Answer, bakelite. Next question, what is plasticity? Answer, plasticity is the property of materials by which they can be molded into any shape. Next question, what are thermosetting plastics? Answer, thermosetting plastics are those which when molded once cannot be softened again and lose their plasticity. Next question, list any 3 properties of plastics. The 3 properties of plastics are, they are non-corrosive in nature, they are light in weight and durable, they do not conduct heat. Next question, write some properties and uses of melamine. Melamine is a versatile material, it resists fire and can tolerate heat better than other plastics. It is used for making floor tiles, kitchenware and fabrics which resist fire. അപ്പോൾ പ്രോപ്പർട്ടീസ് ആയിട്ട് ആദ്യത്തെ 2 എണ്ണം എഴുതാം കേട്ടോ. മെലാമിൻ ഈസ് എ വെർസറ്റൈൽ മെറ്റീരിയൽ, ഇറ്റ് റെസിസ്റ്റ് ഫയർ ആൻഡ് ക്യാൻ ടോളറേറ്റ് ഹീറ്റ് ബെറ്റർ ദാൻ അതർ പ്ലാസ്റ്റിക്സ്. അത് പ്രോപ്പർട്ടീസ് ആയിട്ട് എഴുതാം. യൂസസ് എന്തൊക്കെയാണ്? യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫ്ലോർ ടൈൽസ്, കിച്ചൺ വെയർ ആൻഡ് ഫാബ്രിക്സ് വിച്ച് റെസിസ്റ്റ് ഫയർ.